Hi, welcome back to my channel. അപ്പോൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് തഹസിൽദാർ ദാറ്റ് ഈസ് സീനിയർ സൂപ്രണ്ടൻറ്റ് ഡീറ്റെയിൽ സിലബസ് ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് തഹസിൽദാർ സീനിയർ സൂപ്രണ്ടൻറ്റ് ലാൻഡ് റവന്യൂ ദാറ്റ് ഈസ് കാറ്റഗറി നമ്പർ 566 പാർട്ട് 2021. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷൻ വൈസ് മാർക്ക് വെച്ച് എന്തൊക്കെയാണ് സിലബസ്, അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം വരുന്നത് ജനറൽ നോളേജ്. ജനറൽ നോളേജിലുള്ളത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി, അത് കഴിഞ്ഞ് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് കറണ്ട് അഫയേഴ്സ്. മൂന്നാമത്തെ സെക്ഷൻ വരുന്നത് സിമ്പിൾ അർത്തമാറ്റിക്സ്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്. പിന്നെ ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ് ദാറ്റ് ഈസ് മലയാളം, കന്നഡ ഓർ തമിഴ്, ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾ ഓപ്റ്റ് ചെയ്തേക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റീജിയണൽ ലാംഗ്വേജ് വരുന്നത് 10 മാർക്സിൻ്റെ. പിന്നെ നമുക്കുള്ളത് സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മുടെ പോസ്റ്റിന് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കിയാലോ. ജനറൽ നോളേജ്, അതുപോലെ ഓരോരോ സബ്ജക്റ്റിനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ജനറൽ നോളേജിൽ ഹിസ്റ്ററിയിൽ വരുന്നത് കേരള, ഇന്ത്യ, വേൾഡ്, ഈ 3 സെക്ഷൻസിൽ നിന്ന് നമുക്ക് ഹിസ്റ്ററിയിൽ ഒരു 5 മാർക്കിൻ്റെ ടോപ്പിക്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേരള, അറൈവൽ ഓഫ് യൂറോപ്യൻസ്, contributions of Europeans, history of Travancore from Marthandavarma to Sri Chitra Tirunal, social religious reform movement, national movement in Kerala, literacy sources of Kerala, history, united Kerala movement, political and social history of Kerala after 1956. അടുത്തത് ഇന്ത്യയുടെ നമുക്ക് വരുന്നത് വെച്ചാൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി ബ്രിട്ടീഷ്, First War of Independence, formation of INC, Swadeshi movement, social reform movement, newspaper, literature and art during the freedom struggle, independence movement and Mahatma Gandhi, India's independence, post-independent period, trade reorganization, development in science, education and technology, and finally foreign policies. അടുത്ത നമുക്ക് ഹിസ്റ്ററിയിൽ നമുക്ക് വരുന്നത് വേൾഡ്. ഗ്രേറ്റ് റിവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റിവല്യൂഷൻ, റഷ്യൻ റിവല്യൂഷൻ, ചൈനീസ് റിവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. അടുത്ത് നമുക്ക് വരുന്നത് ജോഗ്രഫി സെക്ഷനാണ്. ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്കാണ് നമുക്കുള്ളത്. അതും ഇന്ത്യ, കേരള ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. ലൈക്ക് ബേസിക്സ് ഓഫ് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ്ഫോം, പ്രഷർ, ബെൽറ്റ് ആൻഡ് വിൻഡ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോം ഓഫ് പൊല്യൂഷൻ, മാപ്സ്, ടോപ്പോഗ്രാഫി, മാപ്സ് ആൻഡ് സയൻസ്, remote sensing, geographical information system, oceans at its various movements, continents, national and their specific features. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ ബേസ്ഡ് ആയിട്ടുള്ളത് ഫിസിയോഗ്രാഫി, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലർ പ്ലാറ്റ്യൂ, കോസ്റ്റൽ പ്ലെയിൻ, climate, natural vegetation, agriculture, minerals and industries, energy sources, transport system, road, water, railway, air, etc. Next is Kerala, same as India, like physiography, district and its features, river, climate, natural vegetation, wildlife, agriculture and research center, minerals and industries, energy sources, transport system, road, water, railway, air, etc. Okay, next നമുക്ക് നോക്കാം എക്കണോമിക്സിൽ 5 മാർക്സിൻ്റെ like India's economy, 5-year plan is very important. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ അതിൽ നിന്ന് കമ്പൽസറി ആയിട്ട് വരും. അപ്പോൾ അത് ഫുള്ളായിട്ട് തൊറവായിട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ന്യൂ എക്കണോമിക് റിഫോം, പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നിതി ആയോഗ്, financial institution, agriculture, major crops, green revolution,
minerals, direct and indirect tax in India, GST in India, rationale and structure of GST, benefit of GST. Next, 8 മാർക്ക് നമുക്ക് വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമ്മളൊരു തെറോ ആയിട്ട് പഠിച്ചാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ നല്ലൊരു മാർക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ടോപ്പിക്സ് നോക്കാം. Constitution Assembly, Preamble, Citizenship, Fundamental Rights, Habeas Corpus, Mandamus, Prohibition, Certiorari and Q Warranto, Directive Principles of State Policy, Fundamental Duties, Structure of Governments, Union Executive, Parliament and Judiciary, State Executive, Legislature and Judiciary, Local Self-Government Institution, LSGIS, Important Constitution Amendments, Constitution Authorities and their functions, Comptroller and Auditor General, Attorney General, Advocate General, Election Commission of India, State Election Commission, Union Public Service Commission, State Public Service Commission, Financial Commission, State Finance Commission, GST Council, Distribution of Legislative Powers, Union List, State List, Concurrent List, Service under the Union and State Tribunals, National Commission for Scheduled Castes, National Commission for Scheduled Tribes, National Commission for Backward Classes, Official Language, Regional Language, Language of the Supreme Court, High Court, etc. Special Directive relating to languages. ഇത്രയും തന്നെ നമ്മൾ ത്വരവായിട്ടൊന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു എക്സാമിന് മാത്രമല്ല പല എക്സാംസിനും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ നോക്കണം. കാരണം അതിൽ നിന്ന് നല്ലൊരു മാർക്ക് നമുക്ക് അതിന് അച്ചീവ് ചെയ്യാൻ പറ്റും. അടുത്തത് കേരള ഗവൺമെൻറ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അത് 5 മാർക്കിനുള്ളതാണ്. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്, classic judicial bodies, various commission, basic facts of socio-economic development, planning board, commercial planning and policies, disaster management, watershed management, employment and labor, national rural employment program, land reforms, social welfare and women security, protection of women, children and senior citizen, population literacy, e-government, delegated legislation and its control, legislative and judicial controls, constitutional law, remedies against administrative arbitrariness, administrative discretion and its controls, administrative adjudication, principle of natural justice. Life science and public health, that is for 4 marks. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആൻഡ് ദെയർ ഡെഫിഷ്യൻസി ഡിസീസസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് പോസിറ്റീവ് ഓർഗാനിസം, പ്രിവെൻറ്റീവ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ്, കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടർ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ബേസിക് ഹെൽത്ത് ഫാക്ട്സ്, എൻവയറമെൻറ്റ് ആൻഡ് എൻവയറമെൻറ്റൽ ഹസാർഡസ്. നെക്സ്റ്റ് ഈസ് ഫിസിക്സ്. ഫിസിക്സിൽ നമുക്ക് 3 മാർക്സിന് ഇൻക്ലൂഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കാം. ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, മാറ്റർ, യൂണിറ്റ്, മെഷർമെൻറ്റ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നെക്സ്റ്റ് മോഷൻസ്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ, മൊമെൻറ്റം, projectile motion, uses of third law, achievements in space mission in India, ISRO. Third one is light, lens, mirror, problem based on R equal to 2F, difference phenomena of light, rainbow, colors of different material, electromagnet spectrum, IR ray, UV ray, X-ray, photoelectrical effect. അടുത്ത വരുന്നത് sound, different types of waves, velocity of sound in different media, resonance, reverberation. Next is force, different types of force, friction, advantage and disadvantage of friction, liquid pressure, buoyant force, Archimedes principle, Pascal law, density, relative density, adhesive, cohesive force, capillarity, viscous force, surface tension. Next is gravitation, centripetal force, centrifugal force, escape velocity, satellite escape velocity, weight mass value of G in different place,
അടുത്തത് വരുന്നത് ഹീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ്, ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. The next one is work, energy, power, simple problems relating to work, energy, power, lever, different types of levers. Next part is chemistry. 3 മാർക്സിനാണ് ഇൻക്ലൂഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആറ്റം, മോളിക്യൂൾ, സ്റ്റേറ്റ് ഓഫ് മാറ്റർ, അലോട്രോപ്പി, ഗ്യാസ് ലോ, aqua regia, element, periodic table, metals and non-metal, chemical, physical change, chemical reactions, solutions, mixtures, compounds. Next is metal, non-metal, alloy, acid, base, pH value, alkaloids. ഇത്രയുമൊക്കെയാണ് നമുക്ക് സയൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ 4 മാർക്സിനാണുള്ളത്. അപ്പോൾ നമുക്ക് ആർട്സ് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ഓഡിയോ വിഷ്വൽ ആർട്ട് ഫോം ഓഫ് കേരള, ഫേമസ് പ്ലേസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, personalities, artists and writers related to origin, development, extension and practice of this art form. Next is sports, famous sports personalities of Kerala, India and world, their sports event, achievement and awards, important awards, corresponding field winners, famous trophies, related event and sports items, number of players in important sports items, important terms associated with various sports and games, Olympic basic facts, venues, countries, famous performance and personalities, India in Olympics, Winter Olympics and Paralympic, Asian Games, Afro-Asian Games, Commonwealth Games, SAF Games, venues, countries, performance of India, other facts, national games, events, players, achievements, national sports, games, event of various countries. The next one is literature, that is Malayalam, important literacy movement, icons and their first work, main work of literature related to each movement and their authors, writers, pen name and nickname, famous works and characters, famous quotas, books and authors, beginning of journalism in Kerala, pioneer journals and publication, famous award honors, writers and their work, Malayalam writers who won the Jnanpith award and related facts, Malayalam cinema origin, development milestones, pioneers, national awards, etc. The other is culture, that is Kerala, important celebration, place associated with such celebrations, important festival, Kerala's culture center, worship place, cultural leaders and their contributions. അത് കഴിഞ്ഞിട്ട് വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കുറേ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്സ് അങ്ങനെയുള്ളതൊക്കെ റെഫർ ചെയ്താലും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് തന്നെ കുറേ കിട്ടും. ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് 6 months ഉള്ളിലുള്ള കുറേ കറണ്ട് അഫയേഴ്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് അതിൽ നിന്നും സെക്യൂർ ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് വരുന്നത് സിമ്പിൾ അത്തമാറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്. ഇതിൽ റീസണിങ്ങും മാത്സും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. അപ്പം എന്താ സിമ്പിൾ അത്തമാറ്റിക് 5 marks, മെൻ്റൽ എബിലിറ്റി, റീസണിങ് 5 marks, അങ്ങനെ ഒരു സെക്ഷനാണ്. അപ്പോൾ അത്തമാറ്റിക്സിൽ ചോദിച്ചതെന്ന് വെച്ചാൽ നമുക്ക് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, simple and compound interest, ratio and proportion, time and distance, time and work, average, law of exponent, measuration, progression. പിന്നെ മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്സിൽ വരുന്ന സീരീസ് പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, വെരിഫൈങ് പൊസിഷൻ, അനോളജി, വേർഡ് അനോളജി, ആൽഫബറ്റ് analogy, number analogy, odd man out, numerical ability, coding and decoding, family relations, sense of direction, time and angles, time in a clock and reflection, date and calendar, clerical ability. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ ഡിഗ്രി ലെവൽ എക്സാമിന് വരുന്ന ഓൾമോസ്റ്റ് ഒരു സെയിം സിലബസ് തന്നെയാണ് നമുക്ക് ഇവിടെയും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഓൾറെഡി പ്രിപ്പയർഡ് ആണെങ്കിൽ തന്നെ നമുക്കൊന്നുകൂടെ ഒരു റിവിഷൻ ചെയ്യേണ്ട ഒരു ടൈം മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ. പിന്നെ അടുത്ത ഇംഗ്ലീഷ്, ജനറൽ ഇംഗ്ലീഷ് നമുക്ക് സാധാരണ നമുക്ക് ഡിഗ്രി ലെവലിന് വരുന്നത് തന്നെയാണ് ഇവിടെ സിലബസ് ഉള്ളത്. ഇംഗ്ലീഷ് ഗ്രാമർ 5 marks, വോക്കാബുലറി 5 marks, അങ്ങനെ 10 marks ആണുള്ളത്. ഇംഗ്ലീഷ് ഗ്രാമറിലുള്ള നമുക്ക് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, അഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്,
articles, use of primary and modal auxiliary verb, tag questions, infinitive and gerund, tense in conditional sentence, preposition, the use of correlative, direct and indirect speech, active and passive voice, correction of sentence. Next is vocabulary, singular and plural, change of gender, collective noun, word formation from other words and use of prefix or suffix, compound word, synonyms, antonyms, phrasal verb, foreign words and phrase, one word substitute, words often confuse, spelling test, idioms and their meanings. പിന്നെ വരുന്നത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ആണ്. അത് നിങ്ങൾ ഏതാണോ ഓപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും വരുന്നത്. ഇവിടെ മലയാളം, കന്നഡ ആൻഡ് തമിഴ് 3 റീജിയണൽ ലാംഗ്വേജിലെയും ടോപ്പിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം. നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾ ഏതാണോ ഓപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നോക്കിയാൽ മതി. അടുത്ത വരുന്നത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സ്പെഷ്യൽ ടോപ്പിക്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കൊരു 20 അറ്റ്ലീസ്റ്റ് ഒരു 17-18 മാർക്സ് എങ്കിലും സെക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. സ്പെഷ്യൽ ടോപ്പിക്സ് എന്തൊക്കെയാണ്? അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സിൽ ലാൻഡ് മാറ്റേഴ്സ്, ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് ലാൻഡ് ആൻഡ് പ്രൈവറ്റ് ലാൻഡ് ആൻഡ് ദ മേജർ ലോ governing its administration, duties and function of Tahsildar under Transfer of Property Act 1882, Registration Act 1908, Transfer of Registry Rules 1966 and Caveat Emptor Principle, duties and function of Tahsildar under Kerala Land Conservancy Act 1957 and Kerala Land Conservancy Rule 1958, taxation of land and concept of revenue recovery, land acquisition and resettlement functions, land assignment and welfare state concept, land reforms in Kerala with emphasis on tenancy abolition and saving provision on land purchases. Next topic, magistral functions, that is CRPC based 20, 44, 79, 80, 92, 94, 95, 97, 98 and 103, 107, 108, 109, 110, 129, 130, 133, 137, 138 and 142, 144, 145, 146, 167, 174 and 176. The next topic is environmental management, amendment domain doctrine, public trust doctrine, Ramsar Convention and CRZ, duties and functions under Wetland and Paddy Conservation Act and rules, Environmental Protection Act 1986, Forest and Conservation Act 1980 and Disaster Management Act 2005. The last one is Election Management and Representation of People Act 1950. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തഹസിൽദാറിന് ബേസ്ഡ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സ്. അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് എവിടെയും കിട്ടാനില്ല. അപ്പം ഞാനെൻ്റെ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് തഹസിൽദാറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഇടാനായിട്ട് നോക്കുന്നതായിരിക്കും. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ ആ കുഞ്ഞ് ബെൽ ഐക്കണോട് ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ ഇനി മുന്നോട്ടിടുന്ന വീഡിയോസൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് ഞാൻ ഇടാൻ നോക്കാം, ട്രൈ ചെയ്യാം. അപ്പം എങ്ങനെ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണോടൊന്ന് പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കൊണ്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.